പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് സുപ്രീം കോടതിയെ കുറിച്ച് പറഞ്ഞു. സുപ്രീം കോടതിയുടെ പിൻകോഡ് ഓർമ്മ. 11-301. 11-301. സുപ്രീം കോടതിയെ പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 5. ആർട്ടിക്കിൾ എത്ര മുതലാണ്? 124 മുതൽ 147. സുപ്രീം കോടതിയുടെ മുൻഗാമി ഫെഡറൽ കോടതി. സുപ്രീം കോടതിയുടെ മുൻഗാമി ഫെഡറൽ കോടതി. സുപ്രീം കോടതി നിലവിൽ വരുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിപീഠം ഏതായിരുന്നു? ബ്രിട്ടീഷ് പ്രിവി കൗൺസിൽ. ഓക്കെ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്നതാണ് രാഷ്ട്രപതി. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി. നീക്കം ചെയ്യുന്ന പ്രക്രിയ അതെന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തു പറഞ്ഞു. സുപ്രീം കോടതി ജഡ്ജിയുടെ കാലാവധി 65 വയസ്സ്. ഹൈക്കോടതിയാണെങ്കിൽ 62 വയസ്സ്. ഓക്കെ. ഇനി സുപ്രീം കോടതിയെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ, സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 124 നമ്മൾ ഇന്നലെ ഒരു കാര്യം പറഞ്ഞല്ലോ. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന ഒരു നിയമം ഉണ്ടാക്കിയല്ലോ. ഏത് നിയമപ്രകാരമാണ്? ജസ്റ്റിസ് എൻക്വയറി ആക്ട്. ജസ്റ്റിസ് എൻക്വയറി ആക്ട് സുപ്രീം കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നത്. ഓക്കെ. ഇനി ഒരു ചോദ്യം. ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യത്തെ സുപ്രീം കോടതി ജഡ്ജി. നമ്മൾ ഇംപീച്ച്മെന്റിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? പേര് രാമസ്വാമിയാണ്. രാമസ്വാമി. അപ്പൊ എന്താണ് ചോദ്യം? എന്താണ് ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ സുപ്രീം കോടതി ജഡ്ജിയാണ് രാമസ്വാമി. ഓക്കെ. ശരി. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ. ഒരു പ്രത്യേകതയുണ്ട്. അധികാരത്തിലേക്ക് അന്തരിച്ച ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഹരിലാൽ ജെ കെനിയ. ചോദിക്കാം, ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ഹരിലാൽ ജെ കെനിയ. വൈ.വി. ചന്ദ്രചൂഡ്. ഏറ്റവും കൂടുതൽ കാലം ഏറ്റവും കുറവ് കാലം കൂടെ പഠിക്കണം. കമാൽ നരൈൻ സിംഗ്. ഏറ്റവും കൂടുതൽ കാലം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി വൈ.വി. ചന്ദ്രചൂഡ്. ഏറ്റവും കുറച്ചു കാലം കമാൽ നരൈൻ സിംഗ്. ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഹരിലാൽ ജെ കെനിയ. അധികാരത്തിലിരിക്കെ മരണപ്പെട്ടത് ഹരിലാൽ ജെ കെനിയ. ഇംപീച്ച്മെന്റ് നടപടി നേരിട്ട ആദ്യ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രാമസ്വാമി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ഒരു പ്രത്യേകത. സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആകുന്ന ദളിത് വ്യക്തിയാണ് ആര്? കെ.ജി. ബാലകൃഷ്ണൻ. ആദ്യത്തെ മുസ്ലിം മുസ്ലിം. വേറെ പ്രത്യേകത നമ്മുടെ ആക്ടിംഗ് പ്രസിഡന്റായ ചീഫ് ജസ്റ്റിസ് ആണ് അല്ലെ. നമ്മുടെ സക്കീർ ഹുസൈൻ മരണപ്പെട്ടപ്പോൾ വി.വി. ഗിരിയായിരുന്നു എന്തായത് ആക്ടിംഗ് പ്രസിഡന്റ്. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചതും ആരാണ്? വി.വി. ഗിരി അല്ലെ. അപ്പൊ പിന്നെ എന്ത് ചെയ്തു? വി.വി. ഗിരി മത്സരിച്ചു. അപ്പൊ രാഷ്ട്രപതി ഇല്ല, ഉപരാഷ്ട്രപതി ഇല്ല. ആ സ്ഥാനത്താണ് ആര് വന്നത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. ഓക്കെ. ഇങ്ങനെ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഇല്ലാത്ത സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആ ചുമതല നിർവഹിക്കണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉണ്ട്. അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇല്ല കേട്ടോ. അങ്ങനെ ഒരു ആർട്ടിക്കിൾ ഇല്ല. അങ്ങനെ ഒരു കീഴ്വഴക്കം വന്നിട്ടുള്ള ഒരു കീഴ്വഴക്കം കേട്ടോ. നമ്മൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സർവീസ് ഉള്ള ആളാണ് അല്ലെ. ഏറ്റവും മുതിർന്ന സർവീസ് ഉള്ള ആളാണ് ചീഫ് ജസ്റ്റിസ്. അത് കീഴ്വഴക്കം മാത്രമാണ്. അതിന് അല്ലാതെ ആയിട്ടുണ്ട് 2 പ്രാവശ്യം ചീഫ് ജസ്റ്റിസും സീനിയോറിറ്റി മറികടന്നുകൊണ്ട് മൂന്നാമത്തെ ആളൊക്കെ ആയ സാഹചര്യങ്ങളുണ്ട്. ഓക്കെ. അപ്പൊ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി കെ.ജി. ബാലകൃഷ്ണൻ. പ്രത്യേകത എന്താണ്? ആദ്യത്തെ ദളിത് വ്യക്തി അല്ലെ. ആദ്യം മുസ്ലിം ചോദിച്ചാൽ ഹിദായത്തുള്ള. എന്താണ്? ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് അല്ലെ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിത സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ വനിത ഫാത്തിമ. രണ്ടാമത്തെ വനിത സുജാത മനോഹർ. ആദ്യത്തെ വനിത ഫാത്തിമ ബീവി. മലയാളിയാണ്.
മലയാളി, പത്തനംതിട്ടക്കാരിയാണ്. പത്തനംതിട്ട, തമിഴ്നാട്ടിലെ ഗവർണറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ വനിത സുജാത മനോഹർ. സുപ്രീം കോടതി ജഡ്ജിയ ആദ്യത്തെ മലയാളി, അത് പഠിച്ചു. പി ഗോവിന്ദ മേനോൻ. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളിയാണ് പി ഗോവിന്ദ മേനോൻ. ഇനി ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ പൊതു താല്പര്യ ഹർജിയില്ലേ, അങ്ങനെ ഒരു സംഭവം സുപ്രീം കോടതി കൊണ്ടുവന്ന ചീഫ് ജസ്റ്റിസ് PN ഭഗവതി. കേട്ടോ, പേര് വഴി എളുപ്പമുണ്ട്. എന്താണ് പറഞ്ഞത്? പ്രത്യേകത എന്താ പറഞ്ഞത്? പൊതു താല്പര്യ ഹർജി. നമ്മുടെ പ്രത്യേക ഒരു സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് കേസ് എടുക്കുന്നില്ലേ, പൊതു താല്പര്യം, അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ ഇൻക്ലൂഡ് ആവാത്ത ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? കേസ് കൊടുക്കാൻ പറ്റും. പൊതു താല്പര്യം മുൻനിർത്തി നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. അതാണ് എന്ത്? പൊതു താല്പര്യ ഹർജി. അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവന്ന ചീഫ് ജസ്റ്റിസ് ആണ് PN ഭഗവതി. അപ്പൊ കേരള നെയ്യാറിന്റെ ഉത്ഭവ സ്ഥാനമായിട്ട് അഗസ്ത്യമല അല്ലെങ്കിൽ എന്തെന്ന് പറയും നമ്മൾ പശ്ചിമഘട്ടം എന്ന് പറയും. ഓക്കെ, നെയ്യാറിന്റെ നീളം 56 കിലോമീറ്റർ. നെയ്യാറിന്റെ നീളം 56. നെയ്യാറിന്റെ പതന സ്ഥാനം അറബിക്കടൽ. നെയ്യാറിന്റെ പതന സ്ഥാനം ചോദിച്ചാൽ അറബിക്കടൽ. എന്താ സ്വാഭാവികമായിട്ട് നമ്മൾ ജസ്റ്റ് ചിന്തിച്ചാൽ നമുക്ക് കിട്ടും. അറബിക്കടലിലായിരിക്കും ഏകദേശം വരുന്നത്. എന്നാലും കായലുകൾ ഉണ്ട്. ഓക്കെ, അടുത്ത് നെയ്യാറിന്റെ പതന സ്ഥാനം അറബിക്കടൽ. കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ നദി മഞ്ചേശ്വരം പുഴ. ഏറ്റവും ചെറിയ നദിയും മഞ്ചേശ്വരം പുഴയുടെ നീളം 16 കിലോമീറ്റർ. എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ബാലപ്പൂണിക്കുന്നുകൾ. എവിടെ നിന്നാണ്? ബാലപ്പൂണിക്കുന്നുകൾ. ഏത് ജില്ല? കാസർഗോഡ്. ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല കാസർഗോഡ്. എത്ര നദികൾ? 12 നദികൾ. 100 കിലോമീറ്റർ കൂടുതലുള്ള എത്ര നദി? 11. കേരളത്തിൽ നദിയായിട്ട് കണക്കാക്കണമെങ്കിൽ എത്ര കിലോമീറ്റർ വേണം? 15. കേരളത്തിൽ നദിയായിട്ട് കണക്കാക്കണമെങ്കിൽ 15. ദേശീയ നദിയായിട്ട് കണക്കാക്കണമെങ്കിൽ 250. അപ്പൊ കേരളത്തിലെ ദേശീയ നദികളുടെ എണ്ണം ഇല്ല. ഏറ്റവും നീളം കൂടിയ നദി പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ. പെരിയാർ ഉത്ഭവിക്കുന്ന കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ശിവഗിരി മല. പെരിയ ശിവൻ. ഓക്കെ, ഭാരമുള്ള ആന. ഓക്കെ, ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമല. ഓക്കെ, അടുത്ത് മഞ്ചേശ്വരം പുഴയുടെ നീളം പറഞ്ഞു എത്ര? 16 കിലോമീറ്റർ. മഞ്ചേശ്വരം പുഴ പതിക്കുന്നത് ഉപ്പളക്കായൽ. അട്ടപ്പാടി വനവൽക്കരണത്തിന്റെ ഭാഗമായി രൂപീകരിച്ച അല്ലെങ്കിൽ രൂപം കൊണ്ട നദി ഏതാണ്? പുനർജനിച്ച നദി ഏതാണ്? കൊടുങ്ങരപ്പള്ളം. സ്കൂൾ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് കൊടുങ്ങരപ്പള്ളം. ഓക്കെ, ഹരിത മിഷന്റെ ഭാഗമായി മാലിന്യമുക്ത പ്രവർത്തനത്തിലൂടെ പുനർജനിച്ച പമ്പയുടെ പോഷക നദി വരട്ടയാർ. ഓക്കെ, ഹരിത മിഷന്റെ ഭാഗമായി മാലിന്യമുക്ത പ്രവർത്തനത്തിലൂടെ പുനർജനിച്ച പമ്പയുടെ പോഷക നദിയാണ് വരട്ടാർ. ഓക്കെ, ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകൾ. ചാലിയാറിന്റെ ഉത്ഭവസ്ഥാനം ചാലിയാറിന്റെ പതന സ്ഥാനം കാലിയന്റെ പതനസ്ഥാനം അറബിക്കടൽ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നമ്മൾ പറഞ്ഞു ഏതാണ്? പെരിയാർ. അർത്ഥശാസ്ത്രത്തിൽ ഏത് പേരിലറിയുന്നു? ചൂർണി. പെരിയാറിന്റെ പതനസ്ഥാനം ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട. ഏത് ജില്ല? കൊല്ലം ജില്ല. തെക്കൻ കേരളത്തിലെ ഏറ്റവും ശുദ്ധജലമായ തടാകം വെള്ളായണിക്കായൽ. ഏത് ജില്ലയാണ്? തിരുവനന്തപുരം ജില്ല. ഓക്കെ, മംഗലംപുഴ ഒന്ന് പോയി അറബിക്കടലിലും പതിക്കും. വേമ്പനാട് കായൽ. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിര ഹിമാലയം. ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതനിര ഹിമാലയം. സംസ്കൃതത്തിൽ ഹിമാലയത്തിന്റെ അർത്ഥം മഞ്ഞിന്റെ വീട് അല്ലെങ്കിൽ മഞ്ഞിന്റെ വാസസ്ഥലം. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു. നേപ്പാളിന്റെ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഓക്കെ, ജൻസി വിപ്ലവം നടന്ന രാജ്യമാണ് ഇത് നേപ്പാൾ. അതുകൊണ്ടാണ് ഇത് പ്രായം കുറഞ്ഞ ഒരു പ്രധാനമന്ത്രി അവിടെ വന്നത്. അപ്പൊ ബാലേന്ദ്ര ഷായാണ് ഇത് നേപ്പാൾ. ഓക്കെ, ക്ലിയർ. അടുത്ത് ഒന്നുകൂടെ പറയണം. നേപ്പാളിന്റെ പ്രധാനമന്ത്രി നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു. നേപ്പാൾ പറയാനുള്ള ഇപ്പൊ നമ്മൾ പറയാനുള്ള കാരണം എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ഓക്കെ, എടുത്ത് 88, 48. ഹിമാദ്രിക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാദ്രിക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ. എത്ര തിരിച്ചിട്ടുണ്ട്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി എന്ന് പറയും ഗ്രേറ്റർ ഹിമാലയ. ഹിമാചലിന് എന്ത് പറയും? ലെസർ ഹിമാലയ. സിവാലിക്കിന് എന്ത് പറയും? ഹിമാലയ. ഓക്കെ, ലെസർ ഹിമാലയ എന്നറിയപ്പെടുന്നതാണ്
ഹിമാചൽ. ലെസർ ഹിമാലയ, ഹിമാചൽ. ഹിമാലയത്തിലെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഔട്ടർ ഹിമാലയ, സിവാലിക്. ഓക്കെ, ഹിമാലയത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം സിവാലിക് അല്ലെങ്കിൽ ഔട്ടർ ഹിമാലയ. ഓക്കെ, ഡൂൺ താഴ്വരകൾ ധാരാളമായി കാണപ്പെടുന്ന സിവാലിക്. ഡൂൺ താഴ്വരകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സിവാലിക് ആണ്, മറന്നു വരുന്നത് സിവാലിക്. ഗ്രേറ്റർ ഹിമാലയ എന്നറിയപ്പെടുന്നത് ഹിമാദ്രി. മാറിപ്പോരുത്. ഗ്രേറ്റർ ഹിമാലയ, ഹിമാദ്രി. ലെസർ ഹിമാലയ, ഹിമാചൽ. അടുത്ത ലാസ്റ്റ് പറഞ്ഞത് ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്നത് സിവാലിക് ആണ്. ഓക്കെ, അടുത്ത് ശ്രദ്ധിക്കുക. വിജയനഗര സാമ്രാജ്യത്തിന്റെ സ്ഥാപകനാണ്. വിജയനഗര സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യം കൃഷ്ണദേവരായ. കൃഷ്ണദേവരായ പഠിച്ചിട്ടുള്ളതാണ് എല്ലാം. കൃഷ്ണദേവരായ വിജയ് അത് വേറെ വിജയനഗരത്തിന്റെ തലസ്ഥാനം ശ്രീലങ്കയുടെ തലസ്ഥാനമാണ് ശ്രീ ജയവർദ്ധനപുരം. കേട്ടോ, വിജയനഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം വിജയനഗരത്തിന്റെ തലസ്ഥാനമാണ് ഹംപി, കർണാടകയാണ്. വിജയനഗരം സ്ഥിതി ചെയ്യുന്ന നദീതീരം തുംഗഭദ്ര എന്നതാണ് തുംഗഭദ്ര. ഓക്കെ, അഭിനവ ഭോജൻ ആന്ധ്ര ഭോജൻ എന്നറിയപ്പെടുന്നത് കൃഷ്ണദേവരായ. അഭിനവ ഭോജൻ കൃഷ്ണദേവരായുടെ പണ്ഡിത സദസ് അല്ല, അഷ്ടദിഗ്ഗജങ്ങൾ. കേട്ടോ, കൃഷ്ണദേവരായരുടെ പണ്ഡിത സദസ്സാണ് അഷ്ടദിഗ്ഗജങ്ങൾ. മറന്നു വരുത്, ഓർത്തു വെക്കാം, അഷ്ടദിഗ്ഗജങ്ങൾ. ഓക്കെ, ഇത് സിലബസിൽ എല്ലാവരും പറയുന്നില്ല, എന്നാലും ജസ്റ്റ് ഓർത്ത് വയ്ക്കും. നമ്മുടെ ലാസ്റ്റ് മറ്റേ നോട്ട് എന്ന് പറഞ്ഞ കിടക്കണുണ്ട്. കാവേരി നദി ഉത്ഭവസ്ഥാനം കാവേരി നദി പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ. ബ്രഹ്മഗിരി, അപ്പൊ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം ബ്രഹ്മഗിരി കുന്നുകൾ. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ, മറന്നു പോകരുത്. പശ്ചിമഘട്ടത്തിലെ ബ്രഹ്മഗിരി കുന്നുകൾ. ഇന്ത്യയിലെ ആദ്യ ഡാം ഗ്രാൻഡ് ഡാം എന്നറിയപ്പെടുന്നത് ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി കാവേരി. ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി കാവേരി. ഗ്രാൻഡ് ഡാം സ്ഥിതി ചെയ്യുന്ന നദി കാവേരി. കർണാടകത്തിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാം. കർണാടകത്തിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഡാം കൃഷ്ണരാജസാഗർ ഡാം. ഏതിലേക്കാണ്? കർണാടകത്തിലെ മൈസൂരിൽ. കർണാടകയിലെ മൈസൂരിൽ കാവേരി നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഏത്? കൃഷ്ണരാജസാഗർ ഡാം. കാവേരി നദിയിലെ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു വെള്ളച്ചാട്ടം. കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടം ഹൊക്കനെക്കൽ. ഇപ്പൊ കാവേരി നദിയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടമാണ് ഹൊക്കനെക്കൽ. ഓക്കെ, ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപീയ നദി. ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപ നദി കൃഷ്ണ. അപ്പൊ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ ഉപദ്വീപ നദിയാണ് കൃഷ്ണ. ഓക്കെ, കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാബലേശ്വർ. അപ്പൊ കൃഷ്ണ നദിയുടെ ഉത്ഭവം മഹാബലേശ്വർ. ഓക്കെ, കൃഷ്ണ നദിയെ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകളാണ് നാഗാർജുന സാഗരം, അലമാട്ടി. ഓക്കെ, നാഗാർജുന സാഗരം, അലമാട്ടി. ഓക്കെ, നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദി താവ. നർമ്മദ നദിയുടെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് താവ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 15 ആർട്ടിക്കിൾ അറിയാമോ? 324 മുതൽ 324 മുതൽ 329. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ജനുവരി 25 തൊട്ട് മുമ്പ് അല്ലേ? ജനുവരി 25 വോട്ടേഴ്സ് അല്ലെ എന്ന് മുതൽ ആചരിച്ചു? 2011 മുതൽ ആചരിച്ചു. ഇലക്ഷൻ കമ്മീഷന്റെ ആസ്ഥാനം അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1950 ജനുവരി 25. ആസ്ഥാനം ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെ. 329. തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് രാഷ്ട്രപതി. ഏകാംഗ സമിതിയാണ്. ഇപ്പൊ അല്ല അല്ലേ? ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറും 2 കമ്മീഷണർമാരും, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും 2 കമ്മീഷണർമാരും അല്ലെ? ഇതിൽ ഏറ്റവും പവർ കൂടിയ ആർക്കാണ്? എല്ലാവർക്കും തുല്യ പദവി. അധികാരത്തിന്റെ കാര്യത്തില് എല്ലാവർക്കും ശമ്പളം കൂടി ആർക്കാ? എല്ലാവർക്കും ഒരേ ശമ്പളമാണ്. 2,50,000 നിലവിലെ 3 പേർക്കും
ഒരേ ശമ്പളമാണ് അല്ലേ. ഇനി ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 51-52 കേട്ടോ. 51 ഒക്ടോബർ 25 മുതൽ 52 ഫെബ്രുവരി 21 വരെയാണ് കേട്ടോ. ഡേറ്റ് വേണ്ട, എന്നാലും 51-52 എവിടെയാണ് ആദ്യമായി നടന്നത്? ഹിമാചൽ പ്രദേശ്. ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം എവിടെയെന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശ്. എവിടെയാണ്? ചിനി താലൂക്ക്. ഹിമാചൽ പ്രദേശിലെ ചിനി താലൂക്ക്. ആദ്യമായി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്ത വ്യക്തി ശ്യാം ശരൺ നേഗി. അതറിയാം അല്ലേ? ശ്യാം ശരൺ. ആദ്യത്തെ ലോക്സഭയിൽ എത്ര സീറ്റുകളായിരുന്നു മത്സരിച്ചത്? 489. എത്ര സീറ്റുകളായിരുന്നു മത്സരിച്ചത്? 489. അതിൽ കോൺഗ്രസിന് എത്ര ഉണ്ടായിരുന്നു? 364. 364 സീറ്റ് ആർക്കായിരുന്നു? കോൺഗ്രസിനായിരുന്നു. അപ്പൊ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടന്ന എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ ഏത് താലൂക്കിലാണ്? ചിനി താലൂക്കിലാണ്. എത്ര മണ്ഡലങ്ങളിലാണ് നടന്നത്? 489. കോൺഗ്രസിന്റെ ഭൂരിപക്ഷം എത്രയാണ്? 364. ഇനി ഇലക്ഷൻ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ എത്ര വയസ്സ് വരെ? 65 വയസ്സ് വരെ. 6 വർഷം അല്ലെങ്കിൽ ഇനി കമ്മീഷണർമാരെ ആ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. രാഷ്ട്രപതി നീക്കം ചെയ്യും അല്ലേ. ഏത് നടപടിയാണ്? സുപ്രീം കോടതിയുടെ ഭരണഘടന പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ രീതിയിൽ നിന്നാണ് കേട്ടോ. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്ന അതേ രീതിയിലാണ് നീക്കം ചെയ്യുന്നത്. നോക്കിയോ, തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതികളുടെ ഇടപെടലിന് വിലക്കുണ്ട് എന്ന് പറയുന്ന ഭരണഘടന ആർട്ടിക്കിൾ. അതായത് തെരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ കോടതി എന്ത് ചെയ്യാൻ പാടില്ല? ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നു. 329 ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിൾ കേട്ടോ. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്ന ഏറ്റവും അവസാനത്തെ ആർട്ടിക്കിൾ 329. ഇനി നമ്മൾ എത്ര മണിക്കാണ് പോളിംഗ് ആരംഭിക്കുന്നത്? 7 മണി. എത്ര മണിക്കൂറിന് മുമ്പ് പ്രചരണം നടത്താൻ? 48 മണിക്കൂർ. എത്ര മണി വരെയാണ് തെരഞ്ഞെടുപ്പ്? 6 മണി വരെ. 6 മണിക്ക് ക്യൂല് നിൽക്കുന്ന ആൾക്കാര് അവസാനം വോട്ട് ചെയ്യും അല്ലേ. പ്രായപൂർത്തി വോട്ടവകാശം ഉണ്ടല്ലേ. ഏത് ആർട്ടിക്കിൾ? ആർട്ടിക്കിള് 324 തുടങ്ങിയ 329 വരെ ഉണ്ടെന്ന് പറഞ്ഞു. 329 എന്താണെന്ന് പറഞ്ഞു? കോടതി ഇടപെടാൻ പാടില്ല അല്ലെ. 326 എന്ന് പറയുന്നത് പ്രായപൂർത്തി വോട്ടവകാശം. പ്രായപൂർത്തി വോട്ടവകാശം പ്രായം എത്രയിൽ നിന്ന് എത്രയാക്കി? 21 വയസ്സാക്കി അല്ലേ. ഭരണഘടനാ ഭേദഗതി 61 ഭേദഗതി ഏത് വർഷം? 1989. ആ സമയത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അല്ലെ. ഈ വോട്ടവകാശം എന്ത് അവകാശമാണ്? ഒരു നിയമാവകാശമാണ്. വോട്ടവകാശം എന്ത് അവകാശമാണ്? അപ്പൊ പ്രായപൂർത്തി വോട്ടവകാശത്തെ കുറിച്ച് പറയുന്ന ഭരണഘടന ആർട്ടിക്കിൾ 326 അല്ലെ. എത്രാമത്തെ ഭരണഘടനാ ഭേദഗതി? 61. ഏത് വർഷം? 89. അപ്പോഴത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. വോട്ടവകാശം എന്ത് അവകാശമാണ്? നിയമാവകാശമാണ് അല്ലെ. ഇന്ത്യയിൽ ആദ്യമായി പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനം മണിപ്പൂർ. ഇപ്പൊ ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഹിമാചൽ പ്രദേശ്. ഏത് താലൂക്കില്? ചിനി താലൂക്കിൽ അല്ലെ. ആദ്യം പ്രായപൂർത്തി വോട്ടവകാശം സംസ്ഥാനത്താണ്? മണിപ്പൂരിലാണ് അല്ലെ. ശരി. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ഇന്ത്യയിൽ മാത്രമല്ല നേപ്പാളിലും സുഡാനിലും കേട്ടോ. നേപ്പാളിന്റെയും സുഡാനിലെയും ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരെന്ന് വെച്ചാൽ സുകുമാർ സെൻ. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ വനിത VS രമാദേവി. ചീഫ് ഇലക്ഷൻ കമ്മീഷണറായ ആദ്യ മലയാളി ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണർ പദവി വഹിച്ച വ്യക്തി കല്യാൺ സുന്ദരം അല്ലെ. ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ VS രമാദേവി. നിലവിലെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരുന്നു? ഗ്യാനേഷ് കുമാർ. കേരളത്തിലാണ് ഗ്യാനേഷ് കുമാർ. ഓക്കെ. അപ്പൊ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുകുമാർ സെൻ. ഇന്ത്യയിൽ മാത്രമല്ല എവിടെയൊക്കെയായിരുന്നു? സുഡാനിലും നേപ്പാളിലും. ആദ്യത്തെ വനിത VS രമാദേവി. ഏറ്റവും കുറച്ചു കാലം ഏറ്റവും കൂടുതൽ കാലം കല്യാൺ സുന്ദരം. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആദ്യത്തെ മലയാളിയെ ചോദിച്ച മലയാളിയാണ് ക്ലിയർ ആണല്ലോ. ശരി. അടുത്ത് നോട്ട നിർബന്ധമാക്കിക്കൊണ്ട് സുപ്രീം കോടതി ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 89. 2013 നോട്ട നിർബന്ധമാക്കി. സെപ്റ്റംബർ 27 കേട്ടോ. 2013 സെപ്റ്റംബർ 27 എന്താക്കിയത്? നോട്ട നിർബന്ധമാക്കി അല്ലെ. ബാലറ്റ് പേപ്പറിലാണെങ്കിൽ ഒക്ടോബർ 2013 തന്നെ ഒക്ടോബർ 11. ആ വർഷം ഒന്നും വേണ്ട. നോട്ടയുടെ ചിഹ്നം നിലവിൽ വന്നതാണ്.
2015 2 വർഷം കഴിഞ്ഞാണ് നോട്ടയുടെ ചിഹ്നം നിലനിരുന്നത്. ഇപ്പൊ നോട്ട ഉണ്ടോ? ഇല്ല. ഇപ്പൊ എന്താണെന്നുള്ളത് എൻഡ് ബട്ടൺ ആണ് അല്ലേ? എൻഡ് ബട്ടൺ എന്താ നോട്ടയുടെ ഫുൾ ഫോം അറിയാം? എന്താ വിവി പാറ്റ് വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഓഡിറ്റ് ട്രയൽ എന്ന് പറയാം. വോട്ടേഴ്സ് വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. ഇന്ത്യയിൽ ആദ്യമായി വിവി പാറ്റ് പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയത് അസം, നാഗാലാൻഡിലാണ്. നോക്സൺ മണ്ഡലം, നോക്സൺ മണ്ഡലം നാഗാലാൻഡ്. 2000 ഏത് വർഷമായിരിക്കും? 2013. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലേക്കും വിവി പാറ്റ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ ആദ്യ സംസ്ഥാനം ഗോവ. 2016. ഇപ്പൊ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വിവി പാറ്റ് ഉപയോഗിച്ച ഏത് സംസ്ഥാനമാണ്? ഗോവ അല്ലെ? എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും വിവി പാറ്റ് ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിയ രണ്ടാമത്തെ സംസ്ഥാനം. ഗോവ കഴിഞ്ഞിട്ട് എവിടെയായിരുന്നു? ഹിമാചൽ പ്രദേശ്. ആദ്യത്തെ ലോക്സഭ നടന്നത് ഹിമാചൽ പ്രദേശ്. വിവി പാറ്റ് ഉപയോഗിച്ച് രണ്ടാമത് തിരഞ്ഞെടുപ്പ് നടന്നത് ഹിമാചൽ പ്രദേശ്. ഓക്കെ. കേരളത്തിൽ ആദ്യമായി വിവി പാറ്റ് വന്ന വർഷം 2016. കേരളത്തിൽ ആദ്യമായി വന്നത് 2016. ഓക്കെ. അപ്പൊ ആസാമിന്റെ തനത് നൃത്തരൂപം, ആസാമിന്റെ തനത് നൃത്തരൂപം അല്ലല്ല, സാത്രിയ. തനത് നൃത്തരൂപം സാത്രിയ കേട്ടോ. ബിഹു ആസാമിന്റെ നൃത്തരൂപമാണ്. പക്ഷെ ആസാമിന്റെ തനത് നൃത്തരൂപം ചോദിച്ചാൽ സാത്രിയ. മണിപ്പൂരിന്റെ തനത് നൃത്തരൂപം മണിപ്പൂരി. ഒഡീസിയുടെ തനത് നൃത്തരൂപം ഒഡീസി. അപ്പൊ ചലിക്കുന്ന ശില്പം എന്ന് പറയുന്നത് ഒഡീസി. ചലിക്കുന്ന ശില്പം ഒഡീസി. ചലിക്കുന്ന കാവ്യം ആ വാക്യം തന്നെ ഉണ്ട്. കാവ്യം ഭരതനാട്യം. ഓക്കെ. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം. കേരളത്തിന്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടം. കേരളത്തിന്റെ തനത് നൃത്തരൂപം മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മ. മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് കല്യാണിക്കുട്ടിയമ്മ. അപ്പൊ മോഹിനിയാട്ടത്തിന്റെ മാതാവ് കല്യാണിക്കുട്ടിയമ്മ. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ആദ്യ ഭാരതീയ നൃത്തരൂപം കൂടിയാട്ടം കേട്ടോ. കേരളത്തിൽ പ്രശസ്തമായ കൂടിയാട്ട കലാകാരി മാർഗി സതി. കേരളത്തിൽ പ്രശസ്തമായ കൂടിയാട്ട കലാകാരിയാണ് മാർഗി സതി. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് അമ്മന്നൂർ മാധവ ചാക്യാർ. കൂടിയാട്ടത്തിന്റെ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവ്. ഓക്കെ. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണം മിഴാവ്. ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക നൃത്തരൂപം കുച്ചിപ്പുടി. ഒരു പ്രദേശത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന നൃത്തരൂപമാണ് കുച്ചിപ്പുടി. പഞ്ചാബിലെ പ്രധാന നൃത്തരൂപമാണ് ഹാങ്ഗ്രയും ഗിഡയും ഭാംഗ്ര. അടുത്ത് പഞ്ചാബിലെ പ്രധാന വിളവെടുപ്പ് ആഘോഷം ലോഹിരി. പഞ്ചാബിലെ പ്രധാന വിളവെടുപ്പ് ആഘോഷമാണ് ലോഹിരി. ഓക്കെ. പഞ്ചാബിൽ നിലനിൽക്കുന്ന പ്രധാന ആയോധന കല ഗാഡ്ക. പഞ്ചാബിൽ നിലനിൽക്കുന്ന പ്രധാന ആയോധന കലയാണ് ഗാഡ്ക. ഓക്കെ. നൃത്തരൂപം പറയാം, ഏത് സംസ്ഥാനമാണെന്ന് പറയാൻ ശ്രമിക്കാം. തമാശ കോലി മഹാരാഷ്ട്ര. തമാശ കോലി മഹാരാഷ്ട്ര. വിദേശിയ അവാർഡിൽ തന്നെ കിട്ടും. വിദേശിയ വിദേശിയ ബീഹാർ. ദാണ്ഡിയ ഗർഭ രാസ് ഗുജറാത്ത്. ദാണ്ഡിയ ഗർഭ രാസ് എവിടെയാണ്? ഗുജറാത്ത്. നൗട്ടാങ്കി ഉത്തർപ്രദേശ്. യക്ഷഗാനം കർണാടക. യക്ഷഗാനം കർണാടക. ഓക്കെ. മോഹിനിയാട്ടം കഥകളി ഓട്ടംതുള്ളൽ തമിഴ്നാട്. കേരളം. മോഹിനിയാട്ടം കഥകളി ഓട്ടംതുള്ളൽ. മോഹിനിയാട്ടം കഥകളി ഓട്ടംതുള്ളൽ കേരളം. ഭരതനാട്യം കോലാട്ടം തെരുക്കൂത്ത് മയിലാട്ടം. ഓക്കെ. ഒന്നുകൂടാ നൃത്തരൂപം ഒന്നുകൂടെ നോക്കാം. തമാശ കോലി മഹാരാഷ്ട്ര. വിദേശിയ ബീഹാർ. ദാണ്ഡിയ ഗർഭ രാസ് ഗുജറാത്ത്. നൗട്ടാങ്കി ഉത്തർപ്രദേശ്. യക്ഷഗാനം കർണാടക. റൌഫ് ചാക്രി ജമ്മു കാശ്മീർ. റൌഫ് ചാക്രി എവിടെയാണ്? ജമ്മു കാശ്മീർ. റൌഫ് ചാക്രി ജമ്മു കാശ്മീർ. മോഹിനിയാട്ടം കഥകളി ഓട്ടംതുള്ളൽ കേരളം. ഭരതനാട്യം കോലാട്ടം തെരുക്കൂത്ത് മയിലാട്ടം തമിഴ്നാട്. മോഹിനിയാട്ടുന്നത് കേരളവും ഭരതനാട്ടുന്നത്